നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അദ്ദേഹം എപ്പോഴും പലരും ആദരവോടുകൂടി മാത്രമാണ് അവരുടെ സംസാരം അദ്ദേഹത്തെ പറ്റി. പിന്നെ പല ആരോപണങ്ങളും പല കാര്യങ്ങളും വന്നുകൂടി. ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഗാന്ധിസം അത് ഇനിയും ഇത് നമ്മുടെ നാട്ടിൽ നടപ്പുള്ളൊരു കാര്യമാണ്, പ്രായോഗികമാണോ ഇനി വരുന്നൊരു തലമുറക്ക്? ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഗാന്ധിജി മഹാത്മാവ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട ഒരു പ്രധാന ഒരു വ്യക്തി എന്ന നിലയിൽ, രാഷ്ട്രപിതാവ് എന്ന നിലയിൽ മാറിയെന്നാണ് ചിന്തിക്കേണ്ടത്. ഗാന്ധിജി വന്നതിന് ശേഷമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗാന്ധിജി കടന്നു വന്നപ്പോൾ ഗാന്ധിജി അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചെയ്തികളെല്ലാം ഗാന്ധിയാൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഗാന്ധിജിയോട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അഹിംസാമാർഗ രീതി അദ്ദേഹം അവതരിപ്പിച്ചു, അതിലൂടെ സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറയുമ്പോഴും അതിന് നമുക്ക് ഈ ഗാന്ധിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ആശയം ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്ന് വിശ്വസിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. കാരണം നമുക്കൊരിക്കലും ഗാന്ധിജി തറണിൽ പറയാൻ പറ്റില്ല രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ. പക്ഷെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെ ഇഴകീറി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതായത് ഈ അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെന്ന് പറയുമ്പോഴും സായുധപരമായിട്ടുള്ള ഒത്തിരി കലാപങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇത് തന്നെയെല്ലാം അവഗണിക്കുന്നൊരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടെന്നിരിക്കട്ടെ, ഇതെല്ലാം കൊണ്ട് മാറ്റിവെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം ഉണ്ടാകുന്നൊരു കാലഘട്ടമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 47-ന് ശേഷം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ അഹിംസാ മാർഗം, അതായത് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യയെ, ഭാരതത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഈ അഹിംസാ മാർഗം നമുക്ക് ഉപകരിക്കപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാശ്മീരോട് ഉണ്ടാകുന്ന യുദ്ധം, പാകിസ്ഥാനോട് ഉണ്ടാകുന്ന യുദ്ധം, മാത്രമല്ല ഹൈദരാബാദിൽ പോലും ഉണ്ടാകുന്ന സായുധ വിപ്ലവങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളും, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി അഹിംസാ മാർഗം നമുക്ക് ഒരിക്കലും ഉപകരിപ്പെട്ടില്ല. അപ്പോൾ അഹിംസാ മാർഗത്തിലൂടെയല്ല ഇന്ന് കാണുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇന്ത്യ എത്തി എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അപ്പോഴും ഗാന്ധിജിയുടെ ഒരു സ്വാധീനം നമ്മൾ ചരിത്ര ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ നമ്മുടെ തലമുറയെല്ലാം വളരെ താല്പര്യപൂർവ്വമാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം പോലും ലഭിക്കുമായിരുന്നില്ല ഒരു രീതിയിലൂടെയാണ് ഗാന്ധിസത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഗാന്ധിജി തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സ്വീകാര്യത മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പുറം നാട്ടുകളിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായിട്ടും യൂറോപ്യൻ രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ അതുപോലെയുള്ള പാശ്ചാത്യ കാഴ്ചപ്പാടുകളുമായി ജീവിച്ചൊരു വ്യക്തി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന അല്ലെങ്കിൽ സ്വീകാര്യമായ ഒരു വസ്ത്രധാരണ രീതിയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫക്കീറുകളോടനുബന്ധിച്ച് വരുന്ന അല്ലെങ്കിൽ സാധുക്കളോടനുബന്ധിച്ചുണ്ടാകുന്ന ആ ഒരു വസ്ത്രധാരണ രീതിയിലേക്ക് മാറുന്നത്. അപ്പോഴും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിലുണ്ടാകുന്ന രാജഭരണകൂടത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ രാജകുമാരന്മാരോടനുബന്ധിച്ചുണ്ടാകുന്ന സ്റ്റേറ്റുകളെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അവകാശങ്ങൾ അദ്ദേഹം നിരാകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ സ്വമേധയാ ഇതിൽ നിന്നെല്ലാം വിടുതി നേടിക്കൊണ്ട് ഇന്ത്യയുടെ ഭാഗമെന്നുള്ള കാഴ്ചപ്പാടാണ് പറയുന്നത്. ബ്രിട്ടനെതിരെ നിൽക്കുമ്പോഴും ബ്രിട്ടൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം രാജകുമാരന്മാർക്കെതിരെ ഗാന്ധിജി ഒരിക്കലും ഒരു വിരൽ പോലും അനക്കുന്നില്ല. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹത്തിൽ ഇദ്ദേഹം എത്തുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ എത്തുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണ വിഭാഗത്തിന് ഈ ഖേദകരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണ വിഭാഗമാകട്ടെ, ആ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ ഒരിക്കലും ഹനിക്കാതെ അവർക്ക് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായിട്ട് ക്ഷേത്രപ്രവേശനത്തെ അനുവദിക്കട്ടെ എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം വെക്കുന്നത്. മാത്രമല്ല, നമുക്ക് ഗുജറാത്തിന് വേണ്ടി മാത്രമായിട്ട് സ്വാതന്ത്ര്യം നേടുമെന്ന് പോലും അദ്ദേഹം പറയുമ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ഉപ്പ് സത്യാഗ്രഹത്തിനോട് ബന്ധപ്പെട്ട് ഗുജറാത്തിലെ ആശ്രമത്തിൽ നിന്നും അദ്ദേഹം പുറപ്പെടുമ്പോൾ ആരതി ഒഴിഞ്ഞാണ് സ്ത്രീകളെ അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. ആ യാത്രയാകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗുജറാത്തിന് വേണ്ടി മാത്രം, അതായത് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം നേടിയെടുക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഒരു ജനാധിപത്യ സംവിധാനത്തെ അദ്ദേഹം സ്വപ്നം കണ്ടില്ലായിരുന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കറിയാം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട്. ആ ആശയത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ അഹിംസാ മാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ നിരാഹാരം എന്ന് പറയുന്നത്. ആ നിരാഹാരം പോലും ഒരു അഹിംസാ മാർഗമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഞാനെന്നൊരു വ്യക്തി ഒരാളെ പട്ടിണിയിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കോടതി ഇടപെടും, അല്ലെങ്കിൽ ഇവിടുത്തെ ജനസമൂഹം ഇടപെടും. കാരണം പട്ടിണി എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു മാർഗം തന്നെയാണ്. നമുക്കറിയാം, പട്ടിണി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിരാഹാരം എന്ന് പറയുന്ന കാര്യം പോലും ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നിരുന്ന ഒരു ആചാരമാണ്. ആ ആചാരത്തിൽ നിന്നാണ് ഈ ഗാന്ധിജി ഇത്തരം ഒരു ആശയം സ്വീകരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു ഒരു പുതിയൊരു പദ്ധതിയായിരുന്നില്ല ഈ പറയുന്ന നിരാഹാരം
നിരാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നിരാഹാരത്തിലൂടെ നിലനിൽക്കുന്നു പറയുന്ന അഹിംസാ മാർഗം പോലും ഹിംസാത്മകമാണ്. കാരണം ജീവനെ വെടിയാൻ ഉപകരിക്കുന്ന ഏതും ഹിംസാത്മകമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം ആശയം, അതായത് അഹിംസാ മാർഗത്തിലൂടെ നിലനിൽക്കുന്ന ഒരു ആശയത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ചിന്താധാര ഈ ആധുനിക സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. കാരണം ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന അതിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഹിംസാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രവണതയിലേക്ക് കടന്നു പോകുന്ന ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ തന്നെയാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശയങ്ങൾ ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അത് കാലത്തിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അമ്പേ പരാജയപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുലർത്താൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ആ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും തെറ്റായിരുന്നുള്ളൊരു ചിന്താഗതിയാണ് ഞാൻ നിലനിർത്തുന്നത്. കാരണം വളരെ പ്രായമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ നഗ്നനായിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നഗ്നമായിട്ടുള്ള ഒരു വിഭാഗം, ഒരു ആശ്രമത്തിൽ എല്ലാവരും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ നഗ്നത കണ്ടോ എൻ്റെ നഗ്നത കണ്ടോ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ടല്ലോ. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മനോവൈകല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം പൂർണ്ണ നഗ്നനായിട്ട് കിടന്നാൽ പോലും മറ്റു സ്ത്രീകളുടെ ശരീരങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ നഗ്ന ശരീരങ്ങൾ കണ്ടാൽ എന്നിലുള്ള ബ്രഹ്മചര്യം ഒരിക്കലും നശിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഒന്നുണ്ടല്ലോ. ആ പ്രഖ്യാപനങ്ങൾ ഇരകളായിരുന്നു ആ സ്ത്രീകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധു 16 വയസ്സുള്ള ആ പെൺകുട്ടി പോലും പിൻകാലത്ത് പറയുന്നത് എന്താണ്, അവർ അതിനെപ്പറ്റി ഓർക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് സെലിബസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രഹ്മചര്യം തെളിയിക്കപ്പെടേണ്ടതുണ്ടെന്നൊരു തോന്നലിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പല സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ സഹവാസം അല്ലെങ്കിൽ ആശ്രമം ഉപേക്ഷിച്ചും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അത്തരം ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഗാന്ധിസത്തോട് ബന്ധപ്പെടുത്തി അത് നിലനിൽക്കേണ്ടതാണെന്ന ചിന്താഗതി പുലർത്തുന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഗാന്ധിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ നഗ്നതയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ജീവിതക്രമം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇതായിരിക്കും. അവിടെ പോക്സോ കേസ് ഉണ്ടാകും, അല്ലെങ്കിൽ കോടതി ഇടപെട്ട് തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഗാന്ധിസത്തോട് മുന്നോട്ട് ിട്ടുള്ള അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അമ്പെ പരാജയപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ അതൊരു പിന്തിരിപ്പൻ ചിന്താഗതിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാന്ധിജിയോട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള ജാതീയമായ വംശീയമായിട്ടുള്ള അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ആകെത്തുകയാണ് നമ്മൾ മഹാത്മാവ് എന്ന് വിളിക്കുന്ന ഗാന്ധി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.